ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ മമ്മീസ് ക്രാഫ്റ്റ് ആൻഡ് കുബറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു പീക്കോക്ക് തുന്നുന്നതാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ സ്കെയിൽ അളവിൽ 6 സ്കെയിൽ അളവിൽ എടുക്കണം. വയറ് 16 വയറെടുക്കണം. 2 3 4 5 6 സ്കെയിൽ അളവിൽ 16 വയറെടുത്ത് ഇതേപോലെ ഒരു 4-5 വയസ്സുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു വള നിങ്ങൾ എടുത്ത് വെക്കണം. അതിലാണ് നമുക്ക് തുന്നേണ്ടത്. ഒരുപാട് വലിയ വളയായാൽ അത് ശരിയാവില്ല. ഇതിനെ ഇതാ ഇങ്ങനെ വെക്കുക. ഇത് 2 ഭാഗവും മലർത്തി ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഈ 2 വയറും കയറ്റുക. ഇതേപോലെ ഈ 16 വയറും നമ്മൾ വെക്കണം. ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. നല്ലപോലെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഈ 2 മലർന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ. ഏറ്റവും ചെറിയ വള എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ വളകൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അധികം നമുക്ക് വയർ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് മെഷർമെൻറ്റ് തെറ്റിപ്പോകും. ഇതേപോലെ എല്ലാം ഈ 16 വയറും ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കണം. ഒന്നും കൂടി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഈ 2 വയർ ഇങ്ങനെ നമ്മൾ മലർത്തുന്ന ഭാഗം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് മുഴുവൻ ഇടാൻ നിന്നാൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തായി പോകും. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ വേഗം ചെയ്യുന്നത്. ഇതേപോലെ നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ആക്കണം. അത് എന്തായാലും ഇപ്പോൾ ടൈറ്റാക്കി ആവില്ല. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ തുന്നി വരുമ്പോൾ ടൈറ്റാക്കി തുന്നിയാൽ മതി. ഇതേപോലെ ഈ 16 വയറും ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. 6 സ്കെയിലിൽ 16 വയറാണ് മുറിക്കേണ്ടത്. ഇതാ ഞാൻ ഈ 16 വയറും ഈ വളയിലേക്ക് കയറ്റി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോരോ വയർ 2 ഓരോ വയർ എടുക്കുക. അത് 2 വയ്ക്കുന്ന സമയത്ത് ഇതെങ്ങനെ ആയിരിക്കണം, പ്രതികാരം ആവാൻ പാടില്ല. ഇങ്ങനെ 2 ഒപ്പം നിന്നിട്ട് വേണം എടുക്കണമെങ്കിൽ. ഈ വയറും ഇതിനെ മടക്കി നമ്മൾ പഴയ പോലെ കൊട്ട തുന്നുന്ന അതേ മെതേഡ് തന്നെയാണ്. ഇതിലൊരു മാറ്റമില്ല. ടൈറ്റാക്കി വേണം തുന്നി വയ്ക്കാൻ. ഇനി ഈ വയറും ഇതിൽ നിന്നൊരു വയറും തൊട്ടപ്പുറത്തുനിന്ന് അതും എടുത്ത് ഒരു കട്ടയും കൂടി ഇടുക. അങ്ങനെ ഇത് ചുറ്റി വരണം എല്ലാം. അത് ഓരോ സമയത്ത് എടുക്കുമ്പോൾ ഇതിനെ വലിച്ച് മുറുക്കി വേണം എടുക്കാൻ. ടൈറ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. 2 ഓരോന്നെടുക്കുക. ഇതേപോലെ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വയർ മുറിക്കാനും തുന്നാനും നിന്നാൽ മതി. ഇതേപോലെ വലിച്ചു മുറുക്കി ഇതേപോലെ റൗണ്ടായി തുന്നി വന്നതിന് ശേഷം ഞാൻ ഇനി അടുത്തത് കാണിക്കാം. ഈ 16 കട്ടിങ് ഞാൻ വയറിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചുറ്റും തുന്നി വന്നിട്ടുണ്ട്. ഇനി ഈ ഇൻഡു ആയി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഓരോരോ കട്ടയും കൂടി ഇടണം. എല്ലാ ഇൻഡുവിലും ഇടണം. അങ്ങനെ 5 വരി ഇടണം നമ്മൾ. ഇതേപോലെ 2-3 ഞാനിട്ട് കാണിച്ചു തരാം. ക്രോസായി വരുന്ന എല്ലാ വയറിനെയും ഇതേപോലെ. പിന്നെ ഞാൻ അടുത്ത ക്രോസായി നിൽക്കുന്നത് നിങ്ങൾക്ക് തുന്നുമ്പോൾ മനസ്സിലാവും. വയറൊക്കെ മുറിച്ചതുപോലെ തുന്നി വരുമ്പോൾ മനസ്സിലാവും. 6 സ്കെയിലിൽ 16 വയർ എടുത്ത് ഇനി അടുത്ത ഇൻഡു ഒരു 4-5 വയസ്സുള്ളൊരു കുട്ടിയുടെ വള എടുത്താൽ മതി. ഒരുപാട് വലിയ വള എടുക്കരുത്. ഇതേപോലെ എല്ലാ ഇൻഡുവായി നിൽക്കുന്നതിലും തുന്നി വരണം. ഈ ഇൻഡു അടുത്ത് കഴിഞ്ഞതാ, ഈ ഇൻഡു അടുത്ത് കഴിഞ്ഞതാ. ഇങ്ങനെ ക്രോസായി നിൽക്കുന്ന എല്ലാ വയറിലും തുന്നിയിട്ട് ഒരു 5 വരി തുന്നിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിത് 5 വരി തുന്നിയിട്ടുണ്ട്. 1 2 3 4 5 വരി തുന്നിക്കഴിഞ്ഞു. സിറ്റ് റൗണ്ടായിട്ട് തുന്നി. ഇനി അതിൽ നിന്നൊരു 4 കട്ടയാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. 1 2 3 4 ഇങ്ങനെ 4 കട്ട മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഈ 4 കട്ടയിൽ ക്രോസായി നിൽക്കുന്നത് 3 എണ്ണമാണ്. ഒരെണ്ണം, 2 3 ഈ 3 എണ്ണത്തിനെയും പാട് ഇനിയിപ്പോൾ നമ്മൾ കഴുത്താണ് തുന്നാൻ പോകുന്നത്. ഈ 3 ഇതേപോലെ തുന്നണം.
ഈ 4 വയറിൽ 3 കട്ടയാണ് കിട്ടുക. മൂന്നെണ്ണം കിട്ടി. ഈ 3 എണ്ണം കിട്ടിയതിന് ഇതിൻ്റെ ഈ 2 എണ്ണത്തിൻ്റെ ലാസ്റ്റ് വയറ് ഇതെടുക്കാൻ പാടില്ല. ഇത് 2 എണ്ണം എടുത്ത് ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് നമ്മളിവിടെ ടൈറ്റായി വലിച്ചു പിടിച്ച് കണ്ടിട്ടാണ് ചെയ്യണമെങ്കിൽ അത് അഴിയരുത്. അതൊരെണ്ണം. പിന്നെ ഇതാ ഇവിടെ ഈ ഇൻഡുവായി നിൽക്കുന്ന എല്ലാ വയറിനെയും പിടിച്ച് മൊത്തം 3 എണ്ണം കിട്ടണം. 2 ഇതാ ഈ ഇൻഡുവായി നിൽക്കുന്നതിനെ പിടിച്ച് അതാ ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം, 3 എണ്ണം നമുക്ക് കിട്ടി. ഇനി അടുത്തതാ ഇത് ഇങ്ങനെ ഇൻഡു ആയിട്ട് നിൽക്കുന്നതാണ്. ക്രോസ് വയർ നിൽക്കുന്നതെല്ലാം അങ്ങനെ ഒരു 6 വരി ഇടുമ്പോൾ കഴുത്തിന് നീളം വരും. 5ഓ 6ഓ നിങ്ങൾക്ക് ഇടാം. അതിനപ്പുറം കൂട്ടരുത്. വയറ് അത് ബുദ്ധിമുട്ടാണത്. നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് വേണം തുന്നണമെങ്കിൽ. ഇതാ പിന്നെ ഇങ്ങനെ അടുത്തത് ഇത് അങ്ങനെ 6 വരി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 ഈ 5 എണ്ണത്തിന് 10 വരിയായത്. 1 ഇത് രണ്ടാമത്തെ വരി, 3 4 5 6 7 8 9 10. ഈ 10 വരി തുന്നിയിട്ട് ഡയമണ്ട് വരുന്നതിൽ 1 2 3 4 ഡയമണ്ട് വന്നു. ഇനി തലഭാഗമാണ് നമ്മൾ തുന്നുന്നത്. കഴുത്തിൻ്റെ ഹൈറ്റ് കഴിഞ്ഞ് തല. ഇനി ഇത് 2 എണ്ണം കൂട്ടിയിട്ട് ഇതുകൊണ്ട് ഈ വരിയും നമ്മൾ തുന്നണം. ഇത് 2 പൂർണ്ണ ഭാഗം. ഇതേ വയർ വെച്ചിട്ട് അടുത്തത് ഇതേ വയർ വെച്ചിട്ട് ഇത് രണ്ട് ഭാഗത്തും 3 വയർ വന്നു. ഇനി വീണ്ടും ഇതേപോലെ ഈ 3 എണ്ണത്തിന് ഇത് രണ്ടും പാടെ പിടിച്ച് ഇനി ഇത് 2 എണ്ണം
രണ്ട് ഭാഗത്തും 3 വയറ് വന്നു. അങ്ങനെ ഒരു 3 വരി നമുക്കിത് തുന്നണം. ഇനി അടുത്തത് വീണ്ടും ഇത് 2 കൂട്ടി തുന്നാം. വലത് സൈഡ് എങ്ങനെ തുന്നുന്നോ അതേപോലെ നമ്മൾ ഇടത് ഭാഗത്തും തുന്നണം. ഇറുക്കി തന്നെ ചെയ്യണം. ഇനി ഇതേ വയറ് വെച്ച് ഇത് 2 തുന്നി. അതേപോലെ ഇടത് ഭാഗത്തും ഈ വയറ് കൊണ്ട് ഇത് 2 തുന്നണം. ഇതേപോലെ ഇവിടെ രണ്ടും പാടെ കൂട്ടി രണ്ട് ഭാഗത്ത് 3 വയറ് വന്നു. ഇവിടെ ഒരു ഡയമണ്ട്, ഇവിടെ ഒരു ഡയമണ്ട് ആയി. ഇത് രണ്ടും ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ തലഭാഗം വീതിക്ക് വന്നു. ഇതാ ഇങ്ങനെ ആയി. 2 സൈഡും 3 വയറ് വന്നു. ഇനി ഈ 2 വയറിനെയും ഇതിനകത്തേക്ക് നമ്മൾ കൂടയിലൊക്കെ തുന്നി കയറ്റുന്നത് പോലെ ഇതിലേക്ക് കയറ്റി വയ്ക്കുക. ഇത് അപ്പം തന്നെ ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അത് തുന്നി വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അത് ഉടനെ തന്നെ ചെയ്തതിന് ശേഷം പിന്നെ മറ്റത് ആരംഭിക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റും അതുവരെ കയറ്റി കൊടുക്കുക. ഈ 2 വയറിനെയും ഇതിനകത്തേക്ക് ഞാൻ കയറ്റി. ഇപ്പം 3 വയറിലവിടെ ഈ 2 വയറായി. ഇനി ഈ 2 വയറും പാടെ ചേർത്തിട്ട് ഇങ്ങനെ വേണം ഇടാൻ. നല്ല നെറുക്കി പിടിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കഴുത്ത് ഇങ്ങനെ മരിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഈ 2 വയറ് പാടെ കൂട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വേണം ഇടാണെങ്കിൽ. ഇതാണ് പുറത്തേക്ക് കാണുന്ന ഭാഗം. നിങ്ങൾക്ക് കാണിക്കുക കാരണം ഞാൻ വിട്ട് പിടിച്ചിടുക കാരണം കൊണ്ടാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ടൈറ്റാക്കി വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അടുത്ത് പിടിച്ച് ചെയ്യുമ്പോൾ ഇത് വീഡിയോയിലേക്ക് വിട്ട് പിടിച്ച് ചെയ്യുക കാരണം കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടി അഴിച്ച് ടൈറ്റാക്കി ചെയ്യും. ഇനി ഇതാ, ഇനി ഇത് 2 സൈഡും ഇതിങ്ങനെ ആയി. അതായത് ഇവിടെ ഭാഗം വന്നു, ഈ ഭാഗം നല്ല ഭാഗങ്ങൾ പുറത്തേക്ക് വന്നു. ഇനി ഇത് 2 പാടെ പിടിച്ച് ഒന്നും കൂടി ഇടുക, ഒരു കെട്ടും കൂടി ഇടുക. ഇനി അടുത്തത് ഇത് 2 പാടെ കൂട്ടി ഇവിടെ ഒരു കെട്ടിടുക. ഇനി ഇത് 2 പാടെ പിടിച്ച് ഇവിടെ ഒരു കെട്ട്. ഇതിൻ്റെ അടിഭാഗവും ഇതേപോലെ ഇൻഡുവായി നിൽക്കുന്ന ഭാഗങ്ങൾ പിടിച്ച് ഒരക്കെട്ട് ഇടുക. ഇപ്പോൾ അതിൻ്റെ ചുണ്ട് ഭാഗമായി ഇതിനെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇതിങ്ങനെ കയറ്റുക. അതേപോലെ ഇതിനെ ഇതിലേക്കും കയറ്റുക. ഇതിനെ രണ്ടും കയറ്റി എല്ലാം ടൈറ്റാക്കിയതിന് ശേഷം ഇതൊക്കെ ഇതിനകത്തേക്ക് കയറ്റുക. എങ്ങനെയാണോ വയറിൻ്റെ കിടപ്പിനനുസരിച്ച് നമുക്കിത് കയറ്റി കൊടുത്ത്
ഈ ഹോളിനകത്തേക്ക് കൊടുക്കുക. അതേപോലെ ഇത് ഈ ഹോളിനകത്തേക്കും കൊടുക്കുക. അങ്ങനെ എല്ലാ വയറുകളും എല്ലാ ഹോളിനകത്തേക്കും കയറ്റി വിട്ട് ഇത് ശരിയാക്കാം. ഇതിന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഇനി ഈ ഇൻറ്റു ആയിട്ട് നിൽക്കുന്ന എല്ലാ വയറുകളിലും നമുക്ക് ഓരോ കട്ടയിട്ട് തുന്നി പോകണം. അത് തുന്നുന്നത് ഇനി ഇതുവരെയും ഇങ്ങനെയാണ് നമ്മൾ തുന്നിയത്. ഇനി ഇങ്ങനെ പിടിച്ച് വേണം തുന്നണമെങ്കിൽ. ഇത് ചിറകുകൊണ്ട് മലർന്ന് നിൽക്കുമ്പോൾ ഈ ഭാഗമാണ് കാണുക. അപ്പോൾ ഈ ലാസ്റ്റത്തെ വയറും ഈ വയറും എടുത്തിട്ട് ഒരു കട്ട ഇടണം. പക്ഷെ അത് ആദ്യം ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ തിരിച്ചിടാനാണ് വരുമ്പോൾ. അത് രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ നീറ്റാവും. നല്ല ടൈറ്റാക്കി പിടിച്ച് എന്നിട്ട് വേണം ഇടണമെങ്കിൽ. ഇത്തിരി ഒരു കഷ്ടം ഉണ്ടാവും ഫസ്റ്റ് ഇടുമ്പോൾ. അതേപോലെ നല്ല നീറ്റായി ഇടണം. ഇനി അടുത്ത ഇൻറ്റു വരുന്ന ഭാഗം ഇങ്ങനെ മലർന്ന് ടൈറ്റാക്കി വലിച്ച് പിടിച്ച് ഇടണം. വയറിങ്ങനെ മലർന്നൊക്കെ കിടക്കും. അതൊക്കെ ശരിയാക്കി വേണം എടുക്കാൻ. ഫസ്റ്റ് ഇടുന്നത് ഇതിങ്ങനെ തിരിച്ചിടുകയല്ലേ, അത് കാരണം കൊണ്ട് അത് കഴിഞ്ഞ് ബാക്കി രണ്ടാമത്തെ വരി വരുമ്പോൾ ശരിയാവും. ഇനി ഇങ്ങനെ രണ്ട് ക്രോസ് ഭാഗം നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം എല്ലാ വയറും എടുത്തിട്ട് ഒരു 6 വരി ഇങ്ങനെ ഇടണം. 5 6 വരി ഇടാം. ഇതേപോലെ എല്ലാ ഇൻറ്റു ആയി വരുന്ന ഭാഗങ്ങളും ഇട്ട് ഒരു 5 വരി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നിൽക്കുന്ന എല്ലാ ഇൻറ്റു ഉള്ളതിലും ഇതേപോലെ നിങ്ങൾ ഇട്ട് പോകണം. ഇതാ ഇങ്ങനെ വരുന്ന ഇത്രയും വ്യക്തമായി ഞാൻ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാ ഇങ്ങനെ ഇൻറ്റു ഇൻറ്റു ഭാഗം ഇൻറ്റു ഇങ്ങനെ റൗണ്ടായിട്ട് ഒരു 5 വരി തുന്നിയതിന് ശേഷം കാണിച്ചു തരാം. അതിൻ്റെ തലയും ഇതൊക്കെ ആയി ചുണ്ടും എല്ലാം ശരിയാക്കി ഇനി ബാക്ക് സൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ തുന്നാൻ പാടില്ല. ഇത് ഇങ്ങനെ വെച്ച് തുന്നണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ബാക്കിലേക്ക് വേണം വരണമെങ്കിൽ. ഇവിടേക്കാണ് ഫ്രണ്ട് ഭാഗം വരേണ്ടത്. ഇത് വിരിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ കട്ട ശരിയാവും. ഇപ്പോൾ പ്രതികാരമാണ് നമ്മൾ തുന്നുന്നത്, ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നല്ല ഭാഗം ഉള്ളിലേക്കും ചീത്ത ഭാഗം പുറത്തേക്കാണ് വരുന്നത്. ഇതേപോലത്തെ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ഈ ഇൻറ്റു ആയിട്ടുള്ള എല്ലാ വയറും ഈ 4 പുറം ചുറ്റും തുന്നണം. ഇതേപോലെ എല്ലാം വെച്ചിട്ട് വലിച്ച് വെച്ച് തുന്നണം. ഇതേപോലെ ഇങ്ങനെ ഇൻറ്റു ആയിട്ട് നിൽക്കുന്ന എല്ലാ വയറുകളും വെച്ചിട്ട് ഈ റൗണ്ടായിട്ട് തുന്നി വരണം. ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഈ റൗണ്ടായിട്ട് തുന്നി ഇതുവരെ കൊണ്ടുവന്നു. ഇതേപോലെ ഇനി ഇതെല്ലാം ഈ ഇൻറ്റുവിൽ ഒരു 5 വരി നമുക്ക് തുന്നണം. ഈ ഇൻറ്റു ആയിട്ട് എടുത്തിട്ട് 5 വരി റൗണ്ടായിട്ട് തുന്നിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് തുന്നേണ്ടത്. ഇതിപ്പോൾ നല്ല ഭാഗം, ഇത് ഉൾഭാഗം. ഈ ഉൾഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ തുന്നി വരുന്നത്. ശ്രദ്ധിച്ച് നോക്കണം. ഇത് ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം നിങ്ങൾ തുന്നാൻ തുടങ്ങിയാൽ മതി. ഇനി എല്ലാ ഇൻറ്റുവിലും വെച്ചിട്ട് ഒരു 5 വരി ഞാൻ തുന്നിയതിന് ശേഷം ഫുൾ റൗണ്ടായിട്ട് ഇതുവരെ 5 വരി തുന്നിയതിന് ശേഷം കാണിച്ചു തരാം. റൗണ്ടായിട്ട് 5 വരി തുന്നി വന്നിട്ട് 1 2 3 4 5. അപ്പോൾ ഈ 5 വരി തുന്നിയപ്പോൾ ഇവിടെ 5 വയർ വന്നു. അതേപോലെ ഈ ഭാഗത്തും 5 വയർ വന്നു. എന്നിട്ട് ഈ ഒരു കെട്ട് മൊത്തത്തിൽ നമ്മളിവിടെ പിടിച്ച് കെട്ടി വെക്കണം. ഇതിപ്പോൾ തുന്നുന്നില്ല. ഇത് ഈ 5 വയറും ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് കെട്ട് ഇവിടെ നമ്മൾ കെട്ടി വെച്ചു. ഇത് ചിറകാണ്. അതിൻ്റെ ചിറക് ഉണ്ടാക്കാനാണ്
ഇനി ഇതിൻ്റെ ഈ ഇൻറ്റു വരുന്ന ഭാഗം ഈ ഇൻറ്റു വരുന്ന ഭാഗം ഈ ഇൻറ്റു വരുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ തുന്നി വരണം. ഇതിങ്ങനെ തുന്നി ഇതും ഇങ്ങനെ തുന്നിയിട്ട് ഇവിടെയും 5 വയർ 1 2 3 4 5 ഈ 5ഉം ഇതോട് കൂട്ടി ഇവിടെ കെട്ടി വെച്ചു. ഇനി ഇതുവരെ ഇങ്ങനെ തുന്നി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 1 2 3 4 5 പിന്നെ 4 പിന്നെ 3 പിന്നെ 2 പിന്നെ 1 അങ്ങനെ 1 വരുന്നവരെ തുന്നിയിട്ട് കാണിച്ചു തരാം. ഞാനിതുവരെ തുന്നി ലാസ്റ്റ് ഒരു കട്ട വരെ വരുന്നത് വരെ നമ്മൾ ആദ്യം 5 4 3 2 1 ആ ലാസ്റ്റ് 1 ആയി. ഇപ്പോൾ 1 2 3 4 5 6 7 വയർ ഈ ഭാഗത്തും അതേപോലെ ഈ ഭാഗത്തും 7 വയർ 2 4 6 1 7 രണ്ട് ഭാഗത്ത് 7 വയറുണ്ട്. ഇവിടെ ഇത് ഞാനിവിടെ കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. 2 4 6 2 4 6 അങ്ങനെ 6 വയർ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റണ്ണിങ് വയറാണ് നമുക്ക് വെച്ചിട്ട് തുന്നേണ്ടത്. ആ റണ്ണിങ് വയർ ഇത് ഒരു സ്കെയില് അളവിന് എടുത്തിട്ട് ഈ ഒരെണ്ണം മുതലിട്ട് തുന്നി വരണം. ഇതേപോലെ ചുറ്റുവയർ നമ്മളിത് ചുറ്റുവയറാണ്. ഇത് വെച്ചിട്ട് റൗണ്ടായിട്ട് തുന്നണം. ഇതേപോലെ തുന്നി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾക്ക് കോർണർ ഭാഗം തിരിഞ്ഞ് ഇതേപോലെ ഇതുവരെ വന്ന് ഇതേ ഒരു സ്കെയിൽ അളവിൽ റണ്ണിങ് വയർ വിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ ഒരു 3 വരി തുന്നാം. 3 4 വരി നമുക്ക് തുന്നാം. ഇതിൻ്റെ വീതിക്ക് അനുസരിച്ച് ഒരു 3 വരി തുന്നിയിട്ട് ഞാൻ കാണിക്കാം. നമ്മളിവിടെ ഈ ഒരു 6 വയർ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ചിറകാണ് അതിനുണ്ടാക്കുന്നത്. ഈ തലക്കത്ത് 2 വയറും എടുത്ത് ഒന്നിച്ച് ഒരു കട്ടയിട്ടു. നല്ല ഇറുക്കി പിടിച്ച് വേണം ചെയ്യണമെങ്കിൽ, ലൂസ് ആവണ്ട. നിങ്ങൾക്ക് അടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ 2 വയറ് ഈ 2 വയറ് ഈ ഫസ്റ്റ് ഇട്ട കട്ടയത്തെ ഈ വയറും കൊണ്ട് ഇത് 2 എണ്ണത്തിന് തുന്നാം. നല്ലോണം ടൈറ്റാക്കി തുന്നണം. അല്ലെങ്കിൽ ഒരു വൃത്തികേടായി തോന്നും അകന്ന് നിൽക്കുമ്പോൾ. ഇപ്പോൾ 2 ഭാഗത്തേക്കും 3 3 വയർ വന്നു. ഇനി ഇതിന്ന് ഒരു വരിയും കൂടി ഇടണം. അതേപോലെ ഈ സൈഡും ഇതിപ്പോൾ ഇടത് ഭാഗത്തൊരു കട്ടിയിട്ടും അതുപോലെ വലത് ഭാഗത്തും ടൈറ്റാക്കി വലിച്ചു പിടിച്ച് വേണം ചെയ്യാൻ. മഴയരുത്. ഇത് 2 എണ്ണം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് 2 സൈഡും ഒപ്പം ചെയ്യണം. ഇത് 2 എണ്ണം. ഇത് 2ഉം കൂടെ കൂട്ടിയിട്ട് ഒരെണ്ണം. ഇത് ഞാൻ ആദ്യം ഇട്ട് വെച്ച് ഇതേപോലെ 2ആയി. ഇനി ഇതിനെല്ലാം ഇതിനകത്തേക്ക് ഹോളിനകത്തേക്ക് കയറ്റി കൊടുത്ത് കുറച്ച് ഭാഗം കയറ്റി കൊടുത്തതിന് ശേഷം അതിന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
ഇത് രണ്ട് ചിറകും അതിന് തുന്നി നമുക്കിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഇതിനകത്തേക്ക് കയറ്റണം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 4 വയറ് റണ്ണിങ് വയറ് വെച്ച് 2 സൈഡും 4 വയറ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വയറും ഇതിന് നമ്മുടെ ബിറ്റ് വയറുകൾ ഉണ്ടാവില്ല, നല്ല തുണ്ട് വയറുകൾ നമ്മൾ തുന്നിയതിൻ്റെ ബാക്കി വരുന്ന വയറുകളിൽ എടുത്തിട്ട് അതിലത്തെ ഒരെണ്ണം മാറ്റുക. എന്നിട്ട് നെല്ലിക്ക കെട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത്. ഇതേപോലെ ചിറകുകളാണ് ഇനി ഇടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതേപോലെ മയിൽപ്പീലി ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഒരു ബിറ്റ് വയറ് 3 കഷ്ണം, കുറച്ച് ബിറ്റ് വയർ എടുത്ത് വെക്കണം നമ്മൾ, എന്നാലും അത് ഇടാൻ പറ്റുള്ളൂ. അതേപോലെ ഇത് ഞാൻ ഇവിടെ കുറച്ച് ബിറ്റ് വയറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തുണ്ടുകളാണ്. നമ്മൾ വയറിലെ കൊട്ടകൾക്കൊക്കെ തുന്നി അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന വയറാണിത്. അപ്പോൾ ഈ വയറ് ഇങ്ങനെ മടക്കി വെച്ച് ഇതിലേക്ക് ഏത് കളറാണ് നിങ്ങളുടെ അടുത്ത് തുണ്ടുകളുള്ളത് അതെടുത്ത് വെച്ചോളൂ. ഇന്ന കളറൊന്നുമില്ല. ഇതാ ഇതിങ്ങനെ വെച്ച് ഇതിലേക്ക് ഇതും ഇങ്ങനെ വയ്ക്കുക. ഈ മലർന്ന് കിടക്കുന്ന ഫസ്റ്റ് നമ്മൾ വെച്ച വയറിനെ മേളിലോട്ട് വെച്ചു. രണ്ടാമത് വെച്ചതിൽ ഈ കമഴ്ന്ന് കിടക്കുന്ന ഭാഗം അത് ഈ ഭാഗത്തേക്ക് വരണം. ഇങ്ങനെ പോകരുത്, ഇങ്ങനെ തന്നെ വരണം, വലത് ഭാഗത്ത് തന്നെ വരണം. അത് ഒന്നാമത്തെ വയറിലിട്ടു. രണ്ടാമത്തെ എടുത്ത് 1ലും 2ലും 3ലും ചേർത്ത് ഇതെല്ലാം ടൈറ്റാക്കാം. നെല്ലിക്കയുടെ ഒരു കെട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത വയറിലും ഇതേപോലെ നമ്മൾ ഇത് വിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഇനി തൊട്ടടുത്ത വയറെടുത്ത് ഈ തൊട്ടടുത്ത വയറെടുത്ത് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അതിന് ഇതുപോലെ 2 വയറ് വെച്ച് പിന്നെ ഒരു കൊണ്ടുവയർ വീണ്ടും വെച്ചു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ മടക്കിയ വെച്ച ആ വയറെടുത്തു. പിന്നെ വെച്ചതിൻ്റെ ഇതിന് ഒന്നാമത്തേനകത്തേക്ക് ഇട്ടു. രണ്ടാമത്തത് ഈ 2ലും 3 പാടെ കൊടുക്കുക. ഇതെല്ലാം വലിച്ച് ടൈറ്റാക്കുക. നെല്ലിക്ക കെട്ടാണിത്. ഇതേപോലെ ഇങ്ങനെ എല്ലാറ്റിലും ഇട്ട് ഈ റൗണ്ടായിട്ട് വന്നതിന് ശേഷം കാണിക്കാം. നെല്ലിക്ക കെട്ടാണ് ഞാനിവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മളിവിടെ ഫസ്റ്റ് ഒരു വയറ് വിട്ടിട്ട് അടുത്ത വയറിലാണ് നമുക്ക് ഈ നെല്ലിക്ക കെട്ടിട്ടത്. ഈ വയറ് വെച്ച് വേണം നമുക്ക് തുന്നാൻ. അതിൽ ഇതിനെ ഇവിടേക്ക് ഇങ്ങനെ കയറ്റി വിടും. അതിനാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത വയറ് വേണം നമുക്ക് എടുക്കാൻ. അതെടുത്തിട്ട് സാധാരണ കൂടയ്ക്ക് മുടയുന്ന അതേ കെട്ട് തന്നെയാണ് ഇടേണ്ടത്. കണ്ടില്ലേ? ഇതേപോലെ. എന്നിട്ട് ഈ വയറിനെ ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കണം. എല്ലാം തുന്നുമ്പോഴും ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കിയതിന് ശേഷം ഈ വയർ വന്ന് ഇതിനകത്തേക്ക് കയറ്റി ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഇതേ വലിച്ച് ഈ ഹോളിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കുക. ഇങ്ങനെയല്ല, ഇതിൽ കയറ്റണം. ഇത് കയറ്റാനൊക്കെ നിൽക്കുമ്പോൾ സമയം ഒഴുകും. അത് വിചാരിച്ചിട്ടാണ്, വീഡിയോ ലെങ്ത് ആകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ.
തുന്നുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ. ആ നീല വയർ ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ ഒപ്പമാക്കി ഇത് നെല്ലിക്കക്കെട്ട് ഒന്നും കൂടി ടൈറ്റ് ആക്കണം. അത് എപ്പോഴും തുന്നുമ്പോഴും ടൈറ്റ് ആക്കിയിട്ടേ ഇരിക്കണം. എന്നിട്ട് ഈ വയറിനെ ഇതിനകത്തേക്ക് ഹോളിനകത്തേക്ക് ഇട്ട് ബാക്കിലൂടെ കൊടുത്തിട്ട് ഇവിടെ കുത്തിയിറക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇട്ട കെട്ടാണ്. ഇത് എപ്പോഴും വലിച്ച് ടൈറ്റാക്കി വയ്ക്കും. ഇനി അടുത്തത് ഈ പച്ച വയറിനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു പച്ച വയർ എടുത്ത് ചിലപ്പോൾ തുന്നിയത് അതേ പച്ച വയറിനെ മടക്കി വീണ്ടും ആ നീല വയർ ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ ഒപ്പമാക്കി ഇത് നെല്ലിക്കക്കെട്ട് ഒന്നും കൂടി ടൈറ്റ് ആക്കണം. അത് എപ്പോഴും തുന്നുമ്പോഴും ടൈറ്റ് ആക്കിയിട്ടേ ഇരിക്കണം. എന്നിട്ട് ഈ വയറിനെ ഇതിനകത്തേക്ക് ഹോളിനകത്തേക്ക് ഇട്ട് ബാക്കിലൂടെ കൊടുത്തിട്ട് ഇവിടെ കുത്തിയിറക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇട്ട കെട്ടാണ്. ഇത് എപ്പോഴും വലിച്ച് ടൈറ്റാക്കി വയ്ക്കും. ഇനി അടുത്തത് ഈ പച്ച വയറിനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു പച്ച വയർ എടുത്ത് ചിലപ്പോൾ തുന്നിയത് അതേ പച്ച വയറിനെ മടക്കി വീണ്ടും ആ നീല വയർ ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ ഒപ്പമാക്കി ഇത് നെല്ലിക്കക്കെട്ട് ഒന്നും കൂടി ടൈറ്റ് ആക്കണം. അത് എപ്പോഴും തുന്നുമ്പോഴും ടൈറ്റ് ആക്കിയിട്ടേ ഇരിക്കണം. എന്നിട്ട് ഈ വയറിനെ ഇതിനകത്തേക്ക് ഹോളിനകത്തേക്ക് ഇട്ട് ബാക്കിലൂടെ കൊടുത്തിട്ട് ഇവിടെ കുത്തിയിറക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇട്ട കെട്ടാണ്. ഇത് എപ്പോഴും വലിച്ച് ടൈറ്റാക്കി വയ്ക്കും. ഇനി അടുത്തത് ഈ പച്ച വയറിനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു പച്ച വയർ എടുത്ത് ചിലപ്പോൾ തുന്നിയത് അതേ പച്ച വയറിനെ മടക്കി വീണ്ടും അതുകൊണ്ട് ഈ നെല്ലിക്കാക്കൊട്ട നമ്മൾ നെല്ലിക്കൻ്റെ കട്ടിട്ടില്ലേ ആ നെല്ലിക്കാക്കെട്ടിൻ്റെ വയറ് മൊത്തത്തിൽ ഇതേപോലെ തുന്നുക ഈ വയറുകൊണ്ട്. തുന്നിയിട്ട് ഈ പീസിനെ തുന്നിയ ഈ ലാസ്റ്റ് പീസിനെ ഇതേപോലെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി ഈ ഹോളിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കിലേക്കിട്ട് കുത്തിയിറക്കുക. ഇനി ഇതുപോലെ അടുത്ത കെട്ടും അത് ഈ വയറ് വെച്ച് ഇതിൻ്റെ തൊട്ടടുത്ത വയറ് എടുക്കുക. ഇതിൻ്റെ വയറ് തരം എന്താണ്? ഇതും ഇതേപോലെ കുത്തിയിറക്കാനുള്ളതാണ്. ഇതേപോലെ ഈ വയറിനെ നമ്മൾ ഇതൊക്കെ വലിച്ച് ടൈറ്റാക്കി വെക്കണം. ടൈറ്റാക്കിയതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങോട്ട് വിടുക. ഇത് ഇതിനകത്തേക്ക് കയറ്റി ഇതിൻ്റെ ബാക്കിലേക്കും വിടുക. എന്നിട്ട് അടിയിൽ കൂടെ കുത്തിക്കയറ്റുക. ഇത് ഇതേപോലെ ഇനി എടുത്തിട്ട് ഇങ്ങനെ അടുത്തതായിട്ട് മുടയുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവാത്ത പോലെയല്ല, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിന് ചിറകിനൊരു വികസനം വേണം. അതിന് വേണ്ടിയാണ് നമ്മളിത് പീലി ഇനി ഇതിൻ്റെ ഈ ലാസ്റ്റത്തുകൊണ്ടും ഇതേപോലെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റണം. എവിടെയാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് ആ ഗ്യാപ്പിനനുസരിച്ച് കയറ്റി വെക്കണം. എന്നിട്ട് ഇനി അടുത്ത കട്ടിൻ്റെ ഇത് തുന്നണ്ട, ഇത് ഇതിനകത്തേക്ക് കയറ്റി ഇതും ഇതേപോലെ ഇതിനകത്തേക്ക് കയറ്റി ഈ മഞ്ഞ വയർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെയും തുന്നേണ്ടത്. ഈ ചുവപ്പ് വയറിനെയും തുന്നേണ്ടത്.
നിങ്ങൾക്ക് തുന്നുന്ന സമയത്ത് മനസ്സിലാവും. ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. 1-2 തവണ വീഡിയോ കണ്ടിട്ട് വയറ് മുറിക്കാനും തുന്നാനും നിന്നാൽ മതി. ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതിനകത്ത് ഇതിൽ കയറ്റി ഒരു ഹോളിനകത്തേക്ക് കയറ്റി ബാക്കിലേക്ക് ആക്കുക. ഇതും അതേപോലെ ഇതിനകത്തേക്ക് കയറ്റി ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അടിയിൽ കുത്തി കയറ്റുക. ഇതേപോലെ ഞങ്ങൾ റൗണ്ടായിട്ട് തുന്നി വരിക. ഇതാ ഞാൻ പീക്കോക്ക് ഉണ്ടാക്കി. എന്താണ് ഇതൊരെണ്ണം ഉണ്ടാക്കി. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു മുല്ലമുട്ട് കെട്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ ഇതിലേക്ക് കയറ്റി വെക്കണം. പിന്നെ വയറിന് 2 പൊളിച്ച് അതിൻ്റെ വായിലേക്ക് കയറ്റി വെച്ചാൽ മതി. കൊക്കിന് അതിൽ 2 വളയാണ് വെച്ചിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.